വെൽക്കം ടു മസ്റ്റ് വാച്ച് മൂവീസ്. ജീവിതം വഴിമുട്ടിയ സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്വന്തമായി തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്? ഭൂരിഭാഗം പേർക്കും ഒരു ഉത്തരമേ ഉണ്ടാകൂ, ഹോട്ടൽ. അതെ, അങ്ങനെ നമ്മുടെ നായകനും കൂട്ടുകാരും ഒരു ചിക്കൻ ഷോപ്പ് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഈ ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഫുഡൊന്നും ഉണ്ടാക്കുന്നുമില്ല, വിൽക്കുന്നുമില്ല. പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെയൊരു ചിക്കൻ ഷോപ്പ്? സിനിമ കാണാനിരിക്കുമ്പോൾ വളരെ അപൂർവമായി കിട്ടുന്ന വിരുന്നാണ് കോമഡികൾ. ഒരു കോമഡി സിനിമ കണ്ടാൽ പോലും നമുക്കൊട്ടും ചിരി വരാത്ത സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. എന്നാൽ എക്സ്ട്രീം ജോബ് എന്ന ഈ സിനിമ നമ്മെ ചിരിപ്പിക്കും, രോമാഞ്ചമുണ്ടാക്കും, ആക്ഷൻ സീക്വൻസുകൾ ഞെട്ടിപ്പിക്കും. അതെ, ഇതൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ സിനിമ ആണ്. മയക്കുമരുന്ന് അന്വേഷണ വിഭാഗത്തിലെ 5 ഡിറ്റക്റ്റീവുകളുടെ കഥയാണ് എക്സ്ട്രീം ജോബ്. 20 വർഷമായി ക്യാപ്റ്റൻ എന്ന റാങ്കിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരുന്ന ഗോ ആണ് അവരുടെ സ്ക്വാഡിന്റെ തലവൻ. ഈ സ്ക്വാഡിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ അന്വേഷിക്കുന്ന എല്ലാ കേസുകളും പാളിപ്പോകാറാണ് പതിവ്. ഒരുപാട് ഓപ്പറേഷനുകൾക്ക് ശേഷവും പോലീസ് ചീഫ് അവരെ ഒരുമിച്ച് തന്നെ നിലനിർത്തി. ഗോയ്ക്ക് ശേഷം പോലീസിൽ വന്ന പലരും പ്രൊമോഷനുകൾ ലഭിച്ച് അയാളുടെ തലയ്ക്ക് മുകളിൽ എത്തി. എങ്ങനെയെങ്കിലും ഒരു ഓപ്പറേഷൻ വിജയിപ്പിച്ച് കഴിവ് തെളിയിക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവസാനം അവർ കാത്തിരുന്ന ആ കേസ് എത്തി. ഈ കേസ് കൂടി പാളിപ്പോയാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ആ ടീം രണ്ടും കൽപ്പിച്ച് ആത്മാർത്ഥതയോടെ അന്വേഷണത്തിന് ഇറങ്ങുന്നു. അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആൾ ഒരു മാഫിയ തലവനാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അയാളുടെ താവളത്തിലേക്ക് കയറി ചെല്ലാൻ ഇവർക്ക് കഴിയില്ല. അതിന് എന്തു വേണം? കുറച്ച് തെളിവുകൾ വേണം. അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കാൻ ആ മാഫിയ തലവന്റെ താവളത്തിന് നേരെ ഓപ്പോസിറ്റായി അവർ ഒരു ചിക്കൻ ഷോപ്പ് തുടങ്ങി. ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കുന്നുമില്ല, വിൽക്കുന്നുമില്ല. 24 മണിക്കൂറും നിരീക്ഷണം മാത്രം. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം കുറച്ചു പേർ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്യുന്നു. എന്തു ചെയ്യും? ഫുഡ് വിളമ്പിയില്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ? അവർ ആകെ ആശയക്കുഴപ്പത്തിലായി. അന്ന് അവരാ പ്രതിസന്ധിയെ തരണം ചെയ്തെങ്കിലും പിന്നീട് ഇത് ആവർത്തിക്കാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റിൽ വരുന്നവർക്ക് ഫുഡ് വിളമ്പണോ അതോ ആ മാഫിയ തലവന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കണോ എന്ന് കൺഫ്യൂഷനായി. പിന്നീട് അങ്ങോട്ട് കോമഡികളും ഇൻവെസ്റ്റിഗേഷനും ആക്ഷനും ഒക്കെയായി ഒരു മികച്ച അനുഭവം ഈ സിനിമ തരുന്നു. ചിരിച്ചു മരിക്കാൻ റെഡിയാണെങ്കിൽ കണ്ടോളൂ. സിനിമയുടെ പേര് എക്സ്ട്രീം ജോബ്. 2019 പുറത്തിറങ്ങിയ ഈ സിനിമ കൊറിയയിലെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളിൽ ഒന്നാണ്.